ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. അതേസമയം അവലോകന യോഗത്തിൽ നിന്ന് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കി. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമൽ, ആദ്യം ശബരിമലയിലെ ക്രമീകരണങ്ങളെ കുറിച്ച്. ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഇല്ലേ? സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ ഇത്തവണ ശബരിമലയിൽ ദർശനത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. കഴിഞ്ഞ തവണ സ്പോട്ട് ബുക്കിങ്ങിനൊപ്പം ഓൺലൈൻ ബുക്കിങ്ങും രണ്ട് സംവിധാനവും ഒരുമിച്ചുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ ഓൺലൈൻ ബുക്കിംഗ് മാത്രമായി ചുരുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ആ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ വാർത്താക്കുറിപ്പിൽ ഈ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓൺലൈൻ ബുക്കിംഗ് എന്നതിനപ്പുറത്തേക്ക് ഈ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പോകേണ്ട വഴി നിശ്ചയിക്കാൻ കഴിയും എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ 80,000 പേർക്ക് മാത്രമാകും ദർശനം ഉള്ളത്, അവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള നിയന്ത്രണം കൂടുതൽ കടുക്കുമ്പോൾ അത് ഭക്തരെ സംബന്ധിച്ചും അവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. പക്ഷേ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡ് അടക്കം വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന ഓൺലൈൻ ബുക്കിംഗ് മാത്രമാക്കുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാതെ അവിടേക്ക് എത്തുന്നവർക്കുള്ള ദർശന സാധ്യതയൊക്കെ എല്ലാവർക്കും അങ്ങനെ ബുക്ക് ചെയ്ത് എത്താൻ കഴിയുമോ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഒന്ന് പരീക്ഷിച്ചതാണ്. ആ പരീക്ഷിച്ചപ്പോൾ പക്ഷേ ഒരു ബദൽ മാർഗം കൂടി ഒരുക്കിയിരുന്നു, സ്പോട്ട് ബുക്കിംഗ് എന്നൊരു സംവിധാനം കൂടി ഒരുക്കിയിരുന്നു. ഇത്തവണ പക്ഷേ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയുള്ള തീരുമാനം ദേവസ്വം ബോർഡിന്റെ അവലോകന യോഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അമൽ, അതോടൊപ്പം തന്നെ ADGPയുടെ കാര്യം, സ്വാഭാവികമായും ഇത്രയധികം ആളുകൾ വരുമ്പോൾ ക്രമസമാധാനത്തിന് ചുമതല അത് നോക്കേണ്ടത് MR അജിത് കുമാറാണ്. ഇപ്പോൾ മാറ്റി നിർത്തുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ എപ്പോൾ മാറ്റുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നിട്ടുള്ള യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചിട്ടില്ല. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രി VN വാസവൻ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, DGP ഉണ്ടായിരുന്നു, ADGPമാരായ മനോജ് എബ്രഹാമും S ശ്രീജിത്തും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബാക്കി ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള MR അജിത് കുമാറിനെ യോഗത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിത് കുമാറിന്റെ സ്ഥാനം തെറിക്കുന്നോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ശബരിമലയിൽ മകരവിളക്ക് സമയത്തൊക്കെ ഉണ്ടായ തിരക്കും പോലീസിന് പഴികേക്കേണ്ടി വന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും അജിത് കുമാർ തന്നെയായിരുന്നു ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ അജിത് കുമാറിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമാവുകയാണ്.